നമസ്കാരം, ഞാൻ ഹാപ്പി ബൈജു യൂട്യൂബ് ചാനലിൻ്റെ നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമായിട്ട് ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് മേലൂർ ദേശത്ത് താമസിക്കുന്ന ജോഷുവ എന്ന ആർട്ടിസ്റ്റിൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ജോഷിയെ പറ്റി അറിയാനും ജോഷിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ച് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. കമോൺ. നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ജോഷ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിലാണ്. മേലൂർ ദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആർട്ട് വർക്കുകളും കളിമൺ ശില്പങ്ങളും ചെയ്യുന്ന നമ്മുടെ ജോഷയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് എന്താണ് ജോഷയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ജോഷേട്ടാ. ജോഷേട്ടൻ വീട്ടിൽ ആരൊക്കെയുണ്ട് ജോഷേട്ടാ? വീട്ടിൽ 2 സിസ്റ്റേഴ്സ്, ബ്രദർ, അമ്മ. ജോഷേട്ടൻ എത്ര വർഷത്തോളമായി ഇപ്പോൾ ഈ ഒരു ചിത്രരചന ഇതിൽ തുടങ്ങിയിട്ട്? 30 വർഷത്തിൽ കൂടുതലായി. 30 വർഷത്തിലായി കൂടുതലായി. ജോഷേട്ടൻ ഈ ചിത്രം വരെയല്ലാതെ വേറെ മറ്റ് എന്തെങ്കിലും കലാപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ശില്പിയാണ് അടിസ്ഥാനപരമായിട്ട്. ശില്പി എന്തിൻ്റെ? മണ്ണിന്നാണ് തുടങ്ങിയത്. പിന്നെ എല്ലാ മീഡിയത്തിലും ചെയ്യും. കളിമണ്ണ്, ടെറാക്കോട്ട, സിമെന്റിന്റെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? സിമെന്റും ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കൊമേഴ്സ്യൽ പരിപാടികൾ കുറവാണ്. ജോഷേട്ട ഇപ്പോൾ ഇങ്ങനെ ചിത്ര പ്രദർശനം 30 വർഷത്തോളമായി ജോഷേട്ടൻ ഇങ്ങനെ ഈ ചിത്ര പ്രദർശനവും കളിമൺ നിർമ്മാണവും ശില്പങ്ങൾ നിർമ്മാണമായിട്ട് നടക്കുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഞാൻ സീനിയർ ഫെലോഷിപ്പ് 2014 സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർച്ച് സീനിയർ ഫെലോഷിപ്പ് മറ്റ് വിഷ്വൽ ആർട്ടിൽ. എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത്? അല്ലല്ല, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ. അപ്പോൾ അത്രയും വലിയൊരു പുരസ്കാരം തന്നെ ജോഷിയേട്ടന് കിട്ടിയിട്ടുണ്ട്. ജോഷിയേട്ടാ, ഞാൻ എൻ്റെ അനുഭവം, എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ ചിലപ്പോൾ നമുക്ക് അംഗീകാരം നമുക്ക് കിട്ടില്ല നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന്. ചിലപ്പോൾ വൈകിയായിരിക്കും കിട്ടുന്നത് പല കാര്യത്തിലും. അങ്ങനെ എന്തെങ്കിലും ജോഷിയേട്ടന് ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ ചെല്ലുമ്പോഴോ കിട്ടിയിട്ടുണ്ടോ? ആർട്ടിസ്റ്റുകളിൽ ഉണ്ടാവണത് എങ്ങനെയാ വെച്ചാൽ അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പോൾ അനുഭവങ്ങൾ എത്രത്തോളം ഉണ്ടോ, എത്രത്തോളം തീവ്രമാണോ അത് കലയിൽ, അതൊരു ആർട്ടിസ്റ്റിൻ്റെ ക്രിയേറ്റീവ് പാർട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പോസിറ്റീവാണ്. അത് ചില സമയത്ത് തന്നെ നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. അല്ല, അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവഗണിച്ചു നിർത്തിയ അനുഭവങ്ങൾ അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ ആദ്യം പറഞ്ഞിട്ടും പിന്നെ മറ്റു നാട്ടിലെ പറയാലോ, ഇവിടെ നിന്ന് നമ്മുടെ മേലൂർ ദേശത്തുനിന്ന് ആരെങ്കിലും നമ്മളെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റ് വേദനിപ്പിക്കുന്ന രീതിയിൽ ജോഷിയേട്ടന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ നാട് എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളൊരു കൾച്ചറിലെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഉയർന്നൊരു നാട്ടിലല്ല ഞാൻ ജനിച്ചത്. അപ്പോൾ പിന്നെ അവർ നമ്മളെ മനസ്സിലാക്കാനില്ല, അവരെ അംഗീകരിക്കാനില്ല എന്നൊക്കെ പറയണതിൽ എനിക്കങ്ങനെ, അവർക്ക് പറ്റാവുന്നത് ചെയ്യണം, അത്ര തന്നെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ കലാപരമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ശത്രുക്കളുണ്ടാവും. പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാവുള്ളൂ ശരിക്കും. അല്ലാത്തവന് ഈ മടിയന്മാർക്കും ഒന്നും ചെയ്യാത്തവന് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശത്രുക്കളുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ജോഷിയേട്ടൻ ഇപ്പോൾ ഈ വസ്ത്രധാരണത്തിലും അല്ലെങ്കിൽ മുടി ഇങ്ങനെ വളർത്തി നടക്കുന്നതിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ എന്തെങ്കിലും ജോഷിയേട്ടനോട് നേരിട്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ അങ്ങനെ ആൾക്കാരൊക്കെ എന്ത് ചെയ്താലേ, ഞാൻ വളരെ നന്നായി ചെറുപ്പത്തിൽ തന്നെ ആർട്ട് എന്ന് പറഞ്ഞൊരു പിടിയിലായിരുന്നു. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും, നമ്മളെ കളിയാക്കിയാലും എന്ത് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അയച്ചാറില്ല. നമ്മളതെല്ലാം ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ ആക്കി മാറ്റും. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജോഷിയേട്ടനെ സംബന്ധിച്ച് ശില്പങ്ങളുടെയും അല്ലെങ്കിൽ ആർട്ട് വർക്കുകളുടെയും ഉള്ള ഒരു ലോകത്താണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി അല്ലേ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആ ഒരു വഴിയിലൂടെയാണ് ജോഷിയേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ സത്യം? ചെറുപ്പത്തിലൊക്കെ ഞാൻ ശരിക്കും വളരെ ശക്തമായിട്ട്, ഇപ്പോഴാണ് അവരൊക്കെ നമ്മളെ കളിയാക്കിയില്ലോ, അവർ നമ്മളോട് ശത്രുതാപരമായിട്ട് പെരുമാറിയില്ലൊക്കെ തോന്നണത്. ആ സമയത്തൊന്നും എനിക്കങ്ങനെ തോന്നാറുന്നില്ല.
പിന്നെ അതൊക്കെ നമ്മളൊരു വരയ്ക്കാനുള്ള പ്രചോദനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആക്കി. ഓക്കെ, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ വിമർശിക്കുമ്പോഴും നമ്മളെ പോലുള്ള കലാകാരന്മാർക്ക് ഒരു ശക്തി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? എല്ലാം ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാം ആത്യന്തികമായിട്ട് ഇതെല്ലാം ഊർജ്ജമാണ്. ഊർജ്ജം ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല. പടം വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ശില്പം ചെയ്യണമെങ്കിലോ പാട്ട് പാടണമെങ്കിലോ ഊർജ്ജം വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രചോദനമാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ അറിയാത്ത കാരണം കൊണ്ടായിരിക്കും അവരെങ്ങനെ ചെയ്യണത്. നമ്മളങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവണം? ഓക്കെ, എന്നെ സംബന്ധിച്ചൊരു കാര്യം ജോഷേജനോട് പറയാനുള്ളത്, സത്യത്തിന് 3 വശമുണ്ടെന്ന് പറയാം. അതായത് എൻ്റെ വശം, ജോഷിയുടെ വശം, യഥാർത്ഥ സത്യം. അപ്പോൾ പലരും പല കാഴ്ചപ്പാടിലായിരിക്കും കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു വെള്ള സാരി കൊടുത്ത ഒരു സ്ത്രീ പോകണമെങ്കിൽ ആ സ്ത്രീയെ പറ്റി 4 പേരും അല്ലെങ്കിൽ 5 പേര് കാണുകയാണെങ്കിൽ 5 കാഴ്ചപ്പാടായിരിക്കും അല്ലേ? ഒരാൾ പറയും അത് യക്ഷിയാന്ന്, ഒരാൾ പറയും അത് നേഴ്സാന്ന്, ഒരാൾ പറയും അത് വിധവയാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി കാണുന്ന ആ ഒരു ചിന്താഗതിയാണ് ഒരു മനുഷ്യൻ്റെ ഇതിരിക്കുന്നത്. അതും നമ്മളിപ്പോൾ വെള്ള സാരി എടുത്തു എന്നുള്ളൂ ആ സ്ത്രീ അല്ലേ, അത് നമ്മൾ പറയുന്ന ആളായിരിക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള കാഴ്ചപ്പാടായിരിക്കും നമ്മളെ പറ്റി ഓരോരുത്തരെ പറ്റിയും നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളെ പറ്റിയും സമൂഹം കാണുന്നത്. എന്തായാലും ജോഷി ചേട്ടൻ ശരിക്കും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വളരെ 30 വർഷത്തോളം ഈ കലാപരമായിട്ടും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പരമായിട്ട് നിൽക്കുന്നതിനേക്കാൾ ഉപരി വേറൊരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത കൂടി ഞാനിവിടെ വന്നപ്പോൾ കണ്ടു. എന്താണെന്ന് ജോഷിയേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. എന്താണ് ജോഷിയേട്ടന് പ്രകൃതിയുടെ ഒരു ഭംഗി ഇവിടെ കാണുന്നതിനേക്കാൾ ഉപരി ജോഷിയേട്ടൻ തെരുവിൽ കിടക്കുന്ന നായക്കുട്ടികളെ ഇവിടെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ഇത് ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം ഈ തെരുവ് നായകളൊക്കെ ഇവിടെ സംരക്ഷിക്കാൻ? അതല്ല, പ്രകൃതി എന്ന് പറയണത് നമ്മളിങ്ങനെ മതങ്ങളൊക്കെയാണ് പറയണത് മനുഷ്യൻ്റെ മാത്രമാണെന്ന്. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഒരു പുഴുവിൻ്റെ സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും തുല്യമാണ്. അപ്പോൾ പിന്നെ ഈ ഭൂമി പട്ടികൾക്കുള്ളതാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ പട്ടികൾ പാടില്ല എന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ സ്ഥലത്ത് അവർക്ക് കിടക്കാനുള്ള അവകാശങ്ങളിലും അല്ലെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? നമ്മളത് അത്രയൊക്കെ ചെയ്യണുള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യണം. എത്രത്തോളം ഇപ്പോൾ തെരുവ് നായ്ക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്? ഇവിടെ കുറേ വരും, ഏകദേശം ഒരു എണ്ണം വന്നു പോകുന്നത് 10 വരും, 15 വരും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ജോഷിയേട്ടൻ തന്നെ കൊടുക്കും? ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ ഞാൻ കൊടുക്കുള്ളൂ. അരിയൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഞാനിവിടെ ഒരുത്തനൊക്കെ ആയിട്ട് കമ്പനിയായി കുറച്ച് ഇറച്ചിയൊക്കെ കൊടുത്തു നോക്കി. പക്ഷേ ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര വീര്യാണ്, അത് മറ്റുള്ളവർക്ക് ശല്യമായി തീരും. അപ്പം അത് തുടരണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരുവ് നായ്ക്കളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മുടെ അയൽപ്പക്കാരോ അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും പരാതി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിലും കംപ്ലൈൻറ്റുകൾ വരും, ചില സമയത്ത് വിഷം വയ്ക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമല്ലേ? അപ്പോൾ അതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാണ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് ജോഷുവിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടായിരുന്ന ഒരു ന്യൂസാണത്, പത്രമാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിന്ന ന്യൂസാണ്, ഒരു പട്ടീനെ വലിച്ചഴച്ച് കൊണ്ടുവന്നത്. അതിനോട് ജോഷിയേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു? അതൊക്കെ ഭയങ്കര മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ എക്സ്ട്രീമാണ്. എന്ന് വെച്ചാൽ തുല്യ അവകാശമാണ്, ഒരു പുഴുവിന് പോലും ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് തുല്യ അവകാശമാണ് മനുഷ്യൻ്റെ. നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മറ്റു മതങ്ങൾ അവരൊക്കെ പറയുന്നു മനുഷ്യനാണ് ഇവിടെ ആന കുതിര ചേന എന്നൊക്കെ പറയണം. പക്ഷെ ഇത്രയും തുല്യ അവകാശമുള്ള അയാൾ ചെറിയ ഭയങ്കര ക്രിമിനൽ കുറ്റാണത്. അത് പുള്ളി അറിഞ്ഞോ അറിയാതെയോ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലെത്തി. അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആർട്ട് വർക്ക് ഇങ്ങനെയുള്ള ചെയ്തു, പട്ടി സംരക്ഷണം, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ജോഷിയേട്ടൻ ഇവിടെ ചെയ്യുന്നുണ്ടോ? കുറച്ച് ജൈവകൃഷിയുണ്ട്. ജൈവകൃഷി, അപ്പോൾ ഒരു കർഷകനും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിനകത്ത് വാഴയുണ്ട്, കൊള്ളിയുണ്ട്. കൊള്ളിയൊക്കെ ജൈവകൃഷി രീതിയിൽ വിജയിച്ചാണ്. പിന്നെ കൂർക്ക കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്തു. ഇത് ജോഷിയേട്ടൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്? മറ്റേ നമ്മുടെ സിനിമാ നടൻ സുനിൽ സുഗതയും കൂടി ഉണ്ടായിരുന്നു. ഭയങ്കര സിനിമാ നടൻ നമ്മുടെ സുനിൽ സുഗതയും ജോഷിയേട്ടനും കൂടി ചേർന്നിട്ടാണ് ഇത്രയും ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. ഗണേശില്ലേ, നാടകക്കാരൻ ഗണേശ്, പിന്നെ സുരേഷ്, ഇവിടെ പടം വരയ്ക്കുന്ന സുരേഷ് മുട്ടത്ത്. പിന്നെ അങ്ങനെ കുറേ ടീമുകൾ, കുറേ നാടകക്കാർ, കുറേ പേര് വരാം. അപ്പോൾ കലാകാരന്മാരുടെ ഒരു ജൈവ കൃഷിയും കൂടി ഇവിടെ ഈ പരിസരത്ത്. ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്?
എൻ്റെ സ്ഥലത്തല്ല, ഞങ്ങൾ പാട്ടത്തിനെടുത്തേക്കണം. പാട്ടത്തിനെടുത്താണിത് അല്ല? ഓക്കെ ഓക്കെ. ജോഷേട്ടാ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർട്ട് വർക്ക്, ഈ കളിമൺ പ്രതിമ അതുമാതിരി ആർട്ട് വർക്കുകളും എല്ലാം ചെയ്തു. ഇനി ജോഷേൻ്റെ ഡ്രീം എന്താണ്? ഇനി ഇതുമാതിരി എന്തെങ്കിലും വേറെ വെറൈറ്റി ആയിട്ട് ഇനി നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലോ എന്തെങ്കിലും നിർമ്മിക്കണമെന്നോ, എനിക്ക് മ്യൂസിയം പണിയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്താഗതി വെച്ചിട്ടുണ്ടോ? മേലൂരുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചു. ഇനിയിപ്പോൾ ഞാൻ മറയൂർ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. മറയൂർ എങ്ങനെ? ഈ ഇത്രയും ഇത് ഒരു ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം, അത് കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം മാതിരിയാണോ ഉദ്ദേശിച്ചത്? മ്യൂസിയം അല്ല, ഒരു സ്റ്റുഡിയോ. ഇതിന്റെ ഈ ആർട്ട് വർക്കുകളും ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യാനുള്ള സ്ഥലവും, പിന്നെ വേറെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ വന്ന് താമസിക്കാനുള്ള 2-3 കുറച്ച് പേർക്കൊക്കെ താമസിക്കാനുള്ളൊരു സ്ഥലം, കുറച്ച് കൃഷി, ഇങ്ങനെയൊക്കെ ആയിട്ട്. ജോഷേട്ടാ ഇപ്പോൾ 10-30 വർഷത്തോളം ഇതേ കലാരംഗത്ത് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജോഷേട്ടൻ. അപ്പോൾ ഇനി ഈ വളർന്നു വരുന്ന തലമുറ കലാകാരന്മാരോട് ജോഷേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? എന്നുവെച്ചാൽ കല വളരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ഞാൻ ഡിഫൈൻ ചെയ്തേക്കണത് ആർട്ട് ഈസ് ഈക്വൽ ടു നേച്ചർ ലവ് എന്നാണ്. കല പ്രകൃതി സ്നേഹമാണെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് വരാൻ കഴിവുള്ളവരൊക്കെ വരട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും. പ്രേക്ഷകരെ, നമ്മളോട് ഇത്രയും നേരം മനസ്സ് തുറന്ന് സംസാരിച്ച, അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ, അദ്ദേഹത്തിന് പ്രവർത്തന മേഖലയിലുണ്ടായ തിക്ത അനുഭവങ്ങൾ, ഇനി അദ്ദേഹം എന്തെല്ലാം ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് തന്നെ ജോഷി ചേട്ടൻ നമുക്ക് വിശദീകരിച്ച് തന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും ജോഷി ചേട്ടൻ എന്താണ് ഇവിടെ ചെയ്യുന്നതും ജോഷി ചേട്ടൻ എന്താണെന്നും വ്യക്തമാക്കി തന്നതിന് എൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.